ഇന്നത്തെ സ്പെഷ്യൽ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ 2025 പുതുവർഷത്തിലെ നമ്മുടെ ലേൺവൈസിന്റെ ആദ്യത്തെ ഇവന്റ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പം ലേൺവൈസിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം കഴിഞ്ഞ 4-4.5 വർഷമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നടത്തി വരുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് എന്നുള്ളത്. കറന്റ് നമ്മളിപ്പോൾ മിക്നോന്റെ 22ഓളം കോഴ്സസിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിയർ അക്കാഡമിക് സപ്പോർട്ടിന്റെ അപ്പുറത്തേക്ക് ലേൺവൈസിനെ യുണീക്ക് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേണേഴ്സിന്റെ അക്കാഡമിക്സ് ജേണിക്ക് അപ്പുറത്തേക്ക് അവരുടെ കരിയർ അതുപോലെ തന്നെ സ്കില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് മേഖലയിലും സമഗ്രമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലേൺവൈസിലൂടെ നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പം പല കാരണങ്ങൾ കൊണ്ട് ഡിഗ്രി PG ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ ലേൺവൈസിലൂടെ അവരുടെ ആ ഒരു ജേണി വളരെ എളുപ്പമാക്കുന്ന രീതിയിലും നമ്മൾ ആ രീതിയിൽ നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് January 16 എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഇനീഷ്യേറ്റീവ് ആയിട്ട് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഡേ ആണ്. അപ്പം പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഒരു സമ്പദ് വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു സംരംഭകത്വത്തെ സഹായിക്കുക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ തന്നെ ഒരു പോളിസി ഡിസിഷൻ തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്റ്റാർട്ടപ്പുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ വരുമ്പോഴാണ് രാജ്യത്തിന്റെ വെൽത്ത് ക്രിയേഷനിലും എംപ്ലോയ്മെന്റ് ജനറേഷനിലൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ആ രീതിയിൽ ചെറിയ ചെറിയ സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഒബ്സർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേയിൽ ലേൺവൈസ് ഇങ്ങനെ ഒരു ഇവന്റ് സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് ഏറ്റവും ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺടർപ്രണർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മേക്ക് യുവർ ഓൺ പെർഫ്യൂം MIOP എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫൗണ്ടർ ആൻഡ് CEO ആയിട്ടുള്ള ശ്രീ റെഹാൻ അബ്ദുറഹ്മാൻ സാറാണ് ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ജേണിയാണ് അദ്ദേഹത്തിന്റെ. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കംഫർട്ട് സോണിൽ നിന്ന്, അതായത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ജോബ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റിയതും. കറന്റ് 40+ സ്റ്റോഴ്സ് ഇപ്പൊ നിങ്ങൾ മിക്ക പെർഫ്യൂം എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ പെർഫ്യൂം നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതോ കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് മാളുകളിലൊക്കെ അതിന്റെ സ്റ്റോഴ്സും അതുപോലെ തന്നെ കിയോസ്കും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു ജേണി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. അപ്പം ശ്രീ റെഹാൻ അബ്ദുറഹ്മാനിൽ നിന്ന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻസ്പയറിംഗ് ജേണി എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം സ്ക്രാച്ച്. ബൂട്ട് സ്ട്രാപ്പ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനുള്ള ടിപ്സും, അതുപോലെ തന്നെ ഒരു വെഞ്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കെയിലിങ്ങിലോട്ടും ഗ്രോത്തിലോട്ടൊക്കെ മാറ്റുന്നതിനുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി സെഷൻ വിൽ ഹാവ് എ Q&A സെഷൻ. നമ്മുടെ ലേണേഴ്സ് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ക്ലോസ്ലി 294 പാർട്ടിസിപ്പൻസ്, അറൌണ്ട് 300 പാർട്ടിസിപ്പൻസ് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ലേൺവൈസിന്റെ ലേണേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ് ലേൺവൈസിലുള്ളത്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് ഓൺടർപ്രണേഴ്സും ബഡിങ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ബ്രാൻഡിന്റെ CEO നിന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ജേണി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ ഒക്കെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ശ്രീ റെഹാൻ സാറെ ഞാൻ വെൽക്കം ചെയ്യാണ്. സർ, if you are there, can you just turn your camera so I can just pin you? എന്നെ സാറേന്ന് വിളിച്ച് കേട്ട് എനിക്ക് ശീലമില്ല. എന്നെ ആരും ഓഫീസിലും പുറത്തും വിളിക്കരുത്, അങ്ങനെ വിളിക്കരുത് എന്ന റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു റേസ് ഫോർ ദ ഇൻട്രഡക്ഷൻ. ഞാൻ ഇപ്പൊ റേസ് എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ള എന്റെ ജേണിയാണ്. ഇത് എന്റെ മാത്രം ജേണിയാണ്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് എന്തെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഞാനത് ഏറ്റവും ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ ഒരു ഫോറത്തിന്റെ ഭാഗമാകുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു സം ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് in this session. Okay.
സോ രേസ് പറഞ്ഞാല് എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു കോഴിക്കോട് സ്വദേശൻ ആണ്. ജനിച്ചത് വളർന്നതൊക്കെ കോഴിക്കോടാണ്. 12th സ്റ്റാൻഡേർഡ് വരെ കോഴിക്കോടാണ് പഠിച്ചത്. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിട്ട് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ബിടെക് IT ഫ്രം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബാംഗ്ലൂർ. ഞാനൊരു 88 ബോൺ ആണ്. അപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് വളരെ പഴയതല്ല, ആ ഒരു ടൈമിൽ എഞ്ചിനീയറിംഗ് വാസ് ഓർ മെഡിസിൻ ആൻഡ് എഞ്ചിനീയറിംഗ് രണ്ട് കരിയർ ചോയ്സുകൾ മാത്രം അറിഞ്ഞിരുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. കേരളത്തിലൊരു 15-20 ഇയേഴ്സോളം അത് നടന്നിരുന്നു. 95 ജനിച്ചവർക്ക് വരെ ഇത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് വേറെ വേറെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നത്. സോ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. നല്ലൊരു കോളേജിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. നമുക്കൊരു പ്ലേസ്മെന്റ് കിട്ടി. ഫസ്റ്റ് 5 കൊല്ലം ബിർള സോഫ്റ്റ്വെയർ ഫേമിൽ, പിന്നീട് ഒരു 7 കൊല്ലം നോവോനോർഡിസ്ക് എന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ CRM ആർക്കിടെക്റ്റുമായിട്ട് വർക്ക് ചെയ്തു. ആൻഡ് ഞാനൊരു എക്സ്ട്രീം പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. എന്റെ എഡ്യൂക്കേഷൻസിനും കാര്യങ്ങൾക്കൊക്കെ ഫുള്ളി സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സും ഫിനാൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. സോ അധികം ജീവിതത്തിൽ സ്ട്രഗിൾ അങ്ങനെ തീരെ അനുഭവിച്ചിട്ടില്ലാത്ത ആളെന്ന് പറയാം. അതുകൊണ്ട് എന്റെ ബാക്ക് സ്റ്റോറി അങ്ങനെ സ്ട്രഗിളോ കഷ്ടപ്പാടുകളോ ഒന്നും അധികമില്ല. 12 ഇയേഴ്സ് എംപ്ലോയ്മെന്റ് ചെയ്തു. എംപ്ലോയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും പല ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം. പക്ഷെ അത് ഇറ്റ് ഈസ് വെരി കോമൺ. പ്രത്യേകിച്ച് IT-ക്കാരുടെ ഇടയിൽ പലപ്പോഴും പല ബിസിനസ് ഐഡിയാസും ഫ്രണ്ട്സ് കൊണ്ട് ഡിസ്കസ് ചെയ്തു. ഇപ്പോഴും എന്റെ ഗൂഗിൾ ഡ്രൈവ് തുറന്നു നോക്കിയാൽ അതിലൊരു ഫോൾഡർ ഉണ്ട്, പ്ലാൻ ചെയ്തിട്ടുള്ള ബിസിനസ്സുകളും. അതിൽ ഇഡ്ലി കച്ചവടം മുതൽ ഫുട്ബോൾ ടേപ്പ് വരെ എല്ലാം ഉണ്ട്. അപ്പം എനിക്കുള്ളൊരു ചില ആളുകൾക്ക് ചില ആട്രിബ്യൂട്ട്സും ചില സ്കിൽസും ഉണ്ടാവില്ല. അപ്പൊ എന്റെ പ്രൈമറി സ്കിൽ വാസ് ഓൾവേസ് മാത്സ് ആയിരുന്നു ചെറുപ്പത്തിലെ ഫേവറേറ്റ് സബ്ജക്ട്. വാസ് വെരി സ്ട്രോങ് ഇൻ നമ്പർ വൈസ്. നമ്പർ ക്രഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. അപ്പൊ ആ ബിസിനസ് എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഫിനാൻഷ്യൽസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്ന ഒരു ടൈപ്പ് ബിസിനസ് ആയിരുന്നു. ഐ എം നോട്ട് എ ട്രിമെൻഡസ് സെയിൽസ് പേഴ്സൺ, ഐ എം നോട്ട് എ ട്രിമെൻഡസ് ചാമർ. അങ്ങനെ ഭയങ്കരമായിട്ട് ആളുകളെ സംസാരിക്കാനൊന്നും വലിയ കഴിവുള്ള ആളൊന്നുമല്ല. പക്ഷെ ക്ലാരിറ്റി ഉള്ളത് നമ്പേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽസ് ഓഫ് ദി ബിസിനസ് ഇസ് ദ കോർ എന്നൊരു ക്ലാരിറ്റി ഉള്ള മനുഷ്യനാണ്. 12 years in IT റിയലി ഹെൽപ്പ് മീ. ടെക്നോളജി അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്തിട്ടുള്ള ചെറിയ ഫസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള ബിർള കമ്പനി വളരെ ചെറിയൊരു ടീമായിരുന്നു. അവിടുന്ന് നല്ലോണം ടെക്നോളജി ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. അതായത് ഇൻ ഡെപ്ത് വർക്ക് ചെയ്യാൻ പറ്റി. ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. പിന്നീട് 7 years വർക്ക് ചെയ്ത ഒരു ബഹീമത്ത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിരുന്നു. അവിടുന്ന് ഹൗ ടു ഓപ്പറേറ്റ് ഇൻ ലാർജ് സ്കെയിൽസ്, വെരി മാസീവ് സ്കെയിൽസിന്റെ അങ്ങനെയുള്ള കുറെ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ യാദൃസ്ഥികമായിട്ട് ആ സെക്കൻഡ് കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ട്രാവൽസ് ഉണ്ടായിരുന്നു. ആ ട്രാവലിന്റെ ഭാഗമായിട്ട് എനിക്കുള്ള ഒരു ക്യാരക്ടർ വെച്ചാൽ ഞാനൊരു ഫൂഡിയാണ്. അപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അതാത് സിറ്റിയിൽ പോകുമ്പോൾ അവിടുത്തെ, അതായത് ഫുഡ് വെച്ചാൽ അവിടുത്തെ ഓൾഡ് സിറ്റീസും അതിന്റെ ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ തെഹ്റാൻ ഇറാനിലെ ഒരു ജേർണിയുടെ സമയത്ത്, ഒരു ബിസിനസ് ജേർണിയുടെ സമയത്താണ് ഞാൻ ഈ കോൺസെപ്റ്റ് കാണുന്നത്. കോൺസെപ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. തിരിച്ചു വന്നിട്ട് അതിനെക്കുറിച്ച് സാധാരണ എല്ലാ സ്റ്റഡി ചെയ്യുന്ന പോലെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഈ പറയുന്ന സമയം ഞാൻ 2016-17 ഒക്കെയാണ്. D2C അല്ലെങ്കിൽ ഡയറക്ട് കൺസ്യൂമർ ബ്രാൻഡ്സിന്റെ ഒരു ഔട്ട് ബേഴ്സ്റ്റ് US കഴിഞ്ഞ് ഇന്ത്യയിലൊക്കെ ആ ട്രെൻഡ് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് D2C ആയിട്ട് ഒരു ബ്രാൻഡ് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളെന്ന് ആലോചിച്ചു. ഓൺലൈനിന്റെ ഹെവി ഇമ്പാക്ട് ഉള്ളതിനെ കൊണ്ട് ആ ഇമ്പാക്ട് ചെയ്യാൻ പാടില്ലാത്തൊരു ബിസിനസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അത് എന്താ പറയാ, ഓൺലൈനിൽ അങ്ങനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഡസ്ട്രി ടേക്കപ്പ് ചെയ്ത കുറച്ചുകൂടെ നന്നാന്ന് തോന്നി. കാരണം ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ബഹീമത്സ് ആയി കഴിഞ്ഞിരുന്നു നമ്മൾ 2016-17 പറയാം. അപ്പൊ ഈ ഇൻഡസ്ട്രിക്ക് ആ ഒരു ഇമ്പാക്ട് ഇല്ല. കാരണം പ്രൊഡക്റ്റ് ഓൺലൈനിൽ വിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഷർട്ട് ഓൺലൈനിൽ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഒരു പ്രൊഡക്റ്റിന് 2 പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഒന്ന് പ്രൊഡക്റ്റിന്റെ ഡിസൈൻ പെർസ്പെക്റ്റീവ് ആണ്, രണ്ടാമത്തെ പ്രൊഡക്റ്റിന്റെ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് ആണ്. എല്ലാ പ്രൊഡക്ഷനും ഇതുണ്ടാവും, എക്സെപ്റ്റ് ചില പ്രൊഡക്ഷൻ ഒഴിച്ചു. അപ്പം ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്, ഈ വാച്ചിന്റെ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്, സ്മാർട്ട് വാച്ചാണ്, ടൈം കാണുക എന്നുള്ളത് വാച്ചിന്റെ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്. ഡിസൈൻ പെർസ്പെക്റ്റീവ് എനിക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പം ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളതും ഡിസൈൻ പെർസ്പെക്റ്റീവ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള 2 മാറ്റർ. അപ്പൊ എല്ലാ പ്രൊഡക്ഷനും ഏകദേശം ഇതുണ്ടാവും. അപ്പൊ കണ്ണടയ്ക്ക്
ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് എന്റെ കന്നഡന്റെ പവർ എനിക്ക് എന്തെങ്കിലും എനിക്ക് വരെ കാണാം. ഡിസൈൻ പെർസ്പെക്റ്റീവ് എനിക്ക് കന്നഡ ഭംഗിയുണ്ടോ എന്ന് എനിക്ക് തോന്നാം. അപ്പം ഈ ചില പ്രൊഡക്ട്സിൽ ഈ ഡിസൈൻ ഈ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും കൂടെ കലർന്ന ഒരു മിക്സ്ചറായി മാറും. പെർഫ്യൂം അങ്ങനെയാണ്. പെർഫ്യൂമിനെ സംബന്ധിച്ചോളം ആൾക്കാർക്ക് നല്ലോണം മണക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നല്ലത് എന്ന് പറഞ്ഞ സബ്ജക്റ്റീവാണ്. സോ അങ്ങനെ ഒരു വളരെ ഇൻട്രീക്കിംഗ് ആയിട്ട് ഈ കാറ്റഗറി കണ്ടപ്പോൾ ഐ സ്റ്റാർട്ടഡ് റിസർച്ചിങ്. നമ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തു. D2C ചെയ്യണമെങ്കിൽ അതിൻ്റെ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് നിങ്ങൾ നല്ല മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു ഒരു ഹെയർ ഓയിൽ വിൽക്കുന്ന ഒരു കമ്പനിയാണ് ഇരിക്കുക. ആ ഹെയർ ഓയിൽ എന്ന ഒരൊറ്റ പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു D2C നടത്താൻ പറ്റും. കാരണം എല്ലാ ബിസിനസിന്റെയും അവിടുത്തെ റീറ്റെയിലിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുന്ന ട്രാൻസാക്ഷണൽ വോളിയം ഉള്ള ഒരു ബിസിനസ് അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ടു ബി ഫ്രാങ്ക് ഈ സാധനങ്ങളൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയതാണ്. ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഒരു സാധനം വേണം, അതിന് ഇത്ര മാർജിൻ ഉണ്ട്, ഇത്ര രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര അവിടുത്തെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാം, അതിന് മേലെ ചെയ്യുമ്പോൾ എനിക്ക് ലാഭം വരും എന്നൊരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിംഗാണ് ബിസിനസ് തുടങ്ങുന്നത്. 2017 ഫസ്റ്റ് സ്റ്റോർ തുടങ്ങുന്നു ഫോക്കസ് മോൾ കാലിക്കറ്റിൽ. ഫസ്റ്റ് സ്റ്റോർ തുടങ്ങുമ്പോൾ സെയിൽസിന് ഒക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു കോ ഫൗണ്ടർ അതിന് തൊട്ടുപോലാണ് ഈ ബിസിനസിന്റെ നമ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പാർട്ട്ണർ വേണം. ഞാൻ ഫുൾ ടൈം ജോലി ഉള്ളത് കൊണ്ട് ഞാൻ ഇറങ്ങൽ ഇനീഷ്യലി സാധ്യമല്ല. അത്യാവശ്യം നല്ല പേ ഉള്ള ഒരു IT ജോലി ഉണ്ടായിരുന്നു. വീട്ടുകാർക്കൊന്നും ഞാൻ ഇറങ്ങുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കസിൻ ബ്രദർ ആയിട്ടുള്ള നവീദ് ഉണ്ട്. അവനൊരു എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇത് വെരി മാർക്കറ്റിംഗ് സെയിൽസ് പേഴ്സൺ. അപ്പൊ ആ കോമ്പിനേഷൻ വർക്ക് ആവുമെന്ന് തോന്നി. അങ്ങനെ നവീദിനെ ഓൺബോർഡ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 2017 ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഫോക്കസ് മോൾ ഇട്ടു. ഫോക്കസ് മോൾ ഔട്ട്ലെറ്റ് ഇട്ടതിന് ശേഷം വി സ്റ്റാർട്ടഡ് സെല്ലിംഗ്. ട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു കാറ്റഗറി ഫസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടി. സോ പിന്നീട് നമ്മളപ്പം സ്ലോലി ആൻഡ് സ്റ്റഡിലി പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാനാണ് ഫസ്റ്റ് ശ്രദ്ധിച്ചത്. കാരണം ഈ പെർഫ്യൂം ഇൻഡസ്ട്രിക്കുള്ള പ്രശ്നം വെച്ചാൽ ഒരുപാട് MFQ റെസ്ട്രിക്ഷൻസ്, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ റെസ്ട്രിക്ഷൻസ് ഉള്ള പ്രൊഡക്റ്റാണ്. അതായത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് കൊടുക്കണമെങ്കിൽ അതിന്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റീസ് എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പം മിനിമം ഓർഡർ ക്വാണ്ടിറ്റീസ് ഹൈ ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ട്രഡീഷണലി നമുക്ക് വേണ്ട ഒരു ഡിസൈൻ, നമുക്ക് വേണ്ട ഒരു ബോട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ മാസീവ് വോള്യൂംസ് ആണ്. അപ്പം ആദ്യം ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഇതായിരുന്നു ഫസ്റ്റ് 2 ഇയേഴ്സോളം സ്ട്രഗിൾ. ആ 2 ഇയേഴ്സിനിടയിൽ നമുക്ക് MOQ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ സാധനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ അതെടുത്തിട്ട് ഒരു 2 ഔട്ട്ലെറ്റ് കൊണ്ട് തുടങ്ങി. ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്തിട്ട് ബാംഗ്ലൂർ ഞാനുള്ളതിനെ കൊണ്ട് അവിടെ 2 ഔട്ട്ലെറ്റ് കൊണ്ട് തുടങ്ങി. അങ്ങനെ 3 ഔട്ട്ലെറ്റായി വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ പതുക്കെ സ്കെയിൽ ചെയ്ത കമ്പനിയാണ്. നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ആണ് റീസെറ്റ്. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരും VC ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ഫിലോസഫിക്കൽ കോൾ ആയിരുന്നു. ഈ പൈസ ഒരാളുടെ അടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ദാറ്റ് കംസ് വിത്ത് സെറ്റ് ഓഫ് ഒബ്ലിഗേഷൻ. ആ ഒബ്ലിഗേഷനും ഫ്രീഡത്തിന് വേണ്ടിയാണ് ബേസിക്കലി ജോലി വിടുന്നത്. അപ്പം മറ്റൊരാളിൽ നിന്ന് പൈസ വാങ്ങി ആ ഫ്രീഡം തിരിച്ച് കളയാൻ താല്പര്യമില്ലാത്തതിനെ കൊണ്ട് വി ഡിസൈഡഡ് ദാറ്റ് വി വിൽ ബൂട്ട്സ്ട്രാപ്പ്. ബൂട്ട്സ്ട്രാപ്പ് എന്നാൽ ബേസിക്കലി നമ്മളെ പ്രോഫിറ്റ്സ് മാത്രം റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രോ ചെയ്യുക. അതിന് നമ്മളെ റെസ്ട്രിക്ഷൻസ് വരും. നമുക്ക് സാലറി ഒക്കെ എടുക്കുന്നതിനൊക്കെ ലിമിറ്റേഷൻസ് വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഡിസിഷൻ ഏർലി ഓൺ വന്നു. പാർട്ട്ണറുമായിട്ട് അഗ്രി ചെയ്തു. അങ്ങനെ നമ്മൾ സ്ലോലി സ്റ്റഡിലി 3, 4, 5, 6, 7, 8 ഔട്ട്ലെറ്റ്സ് എത്തിച്ചു. 10 ഔട്ട്ലെറ്റ് ആയിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്ത് വരികയായിരുന്നു പ്ലാൻ. അതിനിടയിൽ 8 ഔട്ട്ലെറ്റ് ആയിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഒരു പ്രാവശ്യം ജാനുവരി 2020 ജോലി റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വന്നു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്തേക്ക് എന്റെ വൈഫിനൊക്കെ ജോലിയായിരുന്നു. സോ വി ഹാഡ് സം ഫൈനാൻഷ്യൽ ക്വിഷനിങ് ദെയർ. അപ്പം അങ്ങനെ ജോലി റിസൈൻ ചെയ്ത് വന്നു. അവിടുന്നാണ് ബിഗസ്റ്റ് ബിസിനസ് ലേണിംഗ് വരുന്നത്. മാർച്ച് 2020 കോവിഡ് വരുന്നു. എല്ലാ മോളുകളും ഷട്ട് ഡൗൺ ചെയ്തു. ഇനി എപ്പം മോളുകൾ തുറക്കുമെന്ന് പോലും അറിയാതെ വി ഗോയിങ് ടു ആൻ അബ്സല്യൂട്ട് chaos. ആ കാലഘട്ടം എന്നെ പഠിപ്പിച്ചത്ര ബിസിനസ് സ്കിൽസും കാര്യങ്ങളും വേറെ ഒന്നും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. റാപ്പിഡ്ലി റാമ്പൻ ഡൗൺ ചെയ്യുന്നു. എംപ്ലോയീസിനെ ഷഫിൾ ചെയ്യുന്നു. നമ്മളൊരു 20% വർക്ക് ഫോഴ്സിനെ നമുക്ക് ലേ ഓഫ് ചെയ്യേണ്ടി വരുന്നു. ബാക്കിയുള്ള വർക്ക് ഫോഴ്സുമായിട്ട് ജോയിന്റ്ലി നെഗോഷിയേറ്റ് ചെയ്തിട്ട് 60% സാലറി ഫോർ 3 months നെഗോഷിയേറ്റ് ചെയ്യുന്നു. കാരണം പിന്നീട് ഒരു ദിവസം മോള് തുറക്കുമ്പോൾ നമുക്ക് അവിടെ സ്റ്റാഫ് ഇല്ലാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് നമ്മള് ഒരു 2 months വളരെ ലോ കീയിൽ ഉള്ള പൈസ വെച്ച് പതുക്കെ സ്റ്റോറി റൺ ചെയ്യുന്നു. ആ സമയത്താണ് നമുക്ക് സ്കെയിൽ ചെയ്യേണ്ട അടുത്ത സ്റ്റേജിലേക്ക് സ്കെയിൽ ചെയ്യേണ്ടതിൽ ഏറ്റവും വലിയ നെസസിറ്റി ആയ ടെക്നോളജി നമ്മുടെ
നമുക്ക് സപ്പോർട്ടീവ് അല്ല എന്ന് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതും പല പല ആപ്ലിക്കേഷൻസും ഒക്കെ ആയിരുന്നു. 2020 കോവിഡ് സമയത്ത് നമ്മളൊരു ഫുൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. ഞാനൊരു 6-8 മാസം ഇരുന്നിട്ട് ഫുള്ളി ഇതിന്റെ ടെക് സ്റ്റാക്ക് ബിൽഡ് ചെയ്തു. സോഫോ പ്ലാറ്റ്ഫോംസിലെ എംബയോപിയുടെ എൻറ്റയർ ടെക് സ്റ്റാക്ക് ഞങ്ങൾ ഭാഗമായിട്ട് ബിൽഡ് ചെയ്ത് തന്നു. ഒരു ഫസ്റ്റ് 6 months ഫസ്റ്റ് വലിയ ടെക് റോൾ ഔട്ട് വരുന്നു. പുതിയ പോയിന്റ് ഓഫ് സെയിൽ ആപ്ലിക്കേഷൻ, പുതിയ ERP കാര്യങ്ങളൊക്കെ വരുന്നു. ആ പോകുന്ന ജേർണിയിൽ നിന്നും പിന്നെ ടെക്നോളജി വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടെക്നോളജിയിൽ ഊന്നുന്നുണ്ട്. ടെക് എനേബിൾഡ് റീറ്റെയിൽ ഇല്ലാതെ ഇന്ത്യയിൽ എഫിഷ്യന്റ്ലി റീറ്റെയിൽ ഓർഗനൈസേഷൻസ് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള മനസ്സിലാക്കൽ കോവിഡ് നമുക്ക് വളരെ ക്ലിയർ ആയിരുന്നു. കോവിഡിൽ നിന്നുള്ള തിരിച്ചു തുറച്ചു വരും നമുക്ക് ആക്ച്വലി വളരെ നല്ലതായിരുന്നു. ഒരുപാട് റീറ്റെയിൽ ഓർഗനൈസേഷൻസ് കൂട്ടിപ്പോയി. സോ നമുക്കതിന് വലിയ കേപ്പബിലിറ്റീസ് റീറ്റെയിൽ ഓർഗനൈസേഷൻ കൂട്ടി പോകുമ്പോൾ നമുക്ക് നല്ല റീറ്റെയിൽ സ്റ്റോഴ്സുകൾ ഓപ്പൺ ചെയ്തു. റെന്റൽസ് നെഗോഷ്യബിൾ റെന്റൽസ് കുറച്ച് കുറഞ്ഞു. കോവിഡ് നമ്മൾ തിരിച്ചു വന്നത് ഇൻഫ്യൂസ് ദ ഹ്യൂജ് ക്യാപിറ്റൽ ബാക്കിൽ ജോലി എടുത്തു വന്ന അത്രയും കാലത്തെ പൈസ എല്ലാം ക്യാപിറ്റൽ എല്ലാം കൂടെ ഇൻഫ്യൂസ് ചെയ്തിട്ട് വി സ്റ്റാർട്ടഡ് സ്കെയിലിംഗ് റിയലി ക്വിക്ലി. ടെക് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് വി കുഡ് ബൗൺസ് ബാക്ക് റിയലി ഹാർഡ്. അതായിരുന്നു ഒരു മേജർ പിവറ്റൽ പോയിന്റ് ബിസിനസ്സിലെ. ആ ട്രാൻസ്ഫോർമേഷന് ശേഷം വി നെവർ ഹാഡ് ലുക്ക് ബാക്ക്. സ്റ്റഡിലി ടെക് സ്റ്റാക്ക് മൊത്തം ബിൽഡ് ചെയ്തു. അതിൽ ലാസ്റ്റ് റോൾ ഔട്ട് ഈ ലാസ്റ്റ് സെപ്റ്റംബറിൽ ഒരു മേജർ അപ്ഗ്രേഡും കൂടെ കഴിഞ്ഞ് വി ആർ റെഡി നൗ ഫോർ ബിഗ് സ്കെയിൽ ബിസിനസ്. മീൻവൈൽ എക്സ്പാൻഷൻ ലെവറേജിന് വേണ്ടിയിട്ട് ബാങ്കിനെ സമീപിച്ച് ക്യാപിറ്റൽസ് കൊണ്ടുവന്നു ആസ് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ലോൺസ്. ആസ് ഓഫ് നൗ നമുക്ക് 46 സ്റ്റോറുകളാണുള്ളത് അക്രോസ് കേരള, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, തെലങ്കാന. ഈ 46 സ്റ്റോറുകൾ ഉണ്ട് എന്നുള്ള മാത്രമല്ല, ഈ 46 സ്റ്റോർ ഫുള്ളി ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ MYOP ആണ്. നമുക്ക് വി ഡോണ്ട് ഹാവ് എനി അതർ തേർഡ് പാർട്ടി ഹൂ വി ആർ ആൻസറബിൾ ടു. സോ വി ആർ ഏബിൾ ടു സ്വിഫ്റ്റ്ലി മേക്ക് ചേഞ്ചസ്. നമുക്കൊരു ചേഞ്ച് ഒരു പ്രോഡക്റ്റ് റോൾ ഔട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വി കൻ ഡു ഇറ്റ് ഇൻ ആസ് ലോ ആസ് 15 to 20 days. അങ്ങനെ ഒരു കേപ്പബിലിറ്റി ബിൽഡ് ചെയ്തു. അതിന്റെ പാരലി തന്നെ ബിൽഡ് ചെയ്താണ് ഒരു എഫക്റ്റീവ് ടീം വേണമെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് രണ്ട് വർക്കിംഗ് പാർട്ട്നേഴ്സിനെ, രണ്ട് വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പാർട്ട്നേഴ്സ് ആക്കി മാറ്റി. എംപ്ലോയീസ് അല്ല, വർക്കിംഗ് ആയിട്ടുള്ള അവർ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് താല്പര്യമുള്ള 2 ആളുകളുണ്ടായിരുന്നു. അവർ പാർട്ട്ലി അസോസിയേറ്റഡ് വിത്ത് അസ്. അവിടുന്ന് അവർക്കും കൂടെ കമ്പനിയിൽ സ്റ്റേക്ക് എടുത്തിട്ട് അവർ ഓൺബോർഡ് വന്നു. പിന്നീട് നെക്സ്റ്റ് ലെവൽ എംപ്ലോയീസിനെ ബിൽഡ് ചെയ്തു. എവറിഥിങ് ഇസ് ലോട്ട് ഓഫ് ദിസ് ഫ്രം സ്ക്രാച്ച്. നമ്മളെ വെയർ ഹൗസ് സെന്ററിൽ ഹെഡ് ചെയ്യുന്ന ആള് സുജിൻ ഹാസ് ജോയിൻഡ് MYOP ആസ് വെയർ ഹൗസ് എക്സിക്യൂട്ടീവ്. അവനിപ്പോൾ നമ്മുടെ സെൻട്രൽ വെയർ ഹൗസ് മാനേജറാണ്. അവരുടെ അടിയിൽ 4 വെയർ ഹൗസും 50 million rupees സ്റ്റോക്കും ഒക്കെ ആളാണ് ഹാൻഡിൽ ചെയ്തത്. അങ്ങനത്തെ ടീമിനെ ബിൽഡ് ചെയ്തു. ഇപ്പൊ നെക്സ്റ്റ് ലെവൽ ടീംസിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് വെരി സ്റ്റാർട്ട്. ജേർണി ഈസ് ഇൻട്രസ്റ്റിംഗ്. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഫോർ എനിത്തിങ് ദാറ്റ് ഇസ് എക്സൈറ്റിംഗ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് കോസ്റ്റ്. അപ്പം ഈ ചില ദിവസങ്ങളിൽ ഇത് എന്തിനാണ് ബിസിനസ് തുടങ്ങിയെന്ന് തോന്നാറുണ്ട്. ഒരു 30-40% അങ്ങനെ ആയിരിക്കും. ബിക്കോസ് ഓഫ് ദി സ്ട്രെസ് ആൻഡ് pressure that comes with running a business. അതിന് ഇമ്പോർട്ടന്റ് പോയിന്റ് അതങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസങ്ങൾ സർവൈവ് ചെയ്യുക മാത്രമാണ് ആവശ്യം. ബാക്കി ദിവസങ്ങളിലാണ്, എല്ലാ ദിവസവും ചെയ്യണ്ടാവില്ല. ചില ദിവസങ്ങളിൽ വിൽ ബി ബാഡ്, റിയലി ബാഡ് ഫോർ യു. അത് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നൊരു ഫിലോസഫിക്കൽ പ്രോസസ് കൂടെ മനസ്സിലായപ്പോൾ ഇറ്റ് ബിക്കം എ ലിറ്റിൽ മോർ ഈസി. അത് സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. സം ഡേയ്സ് ആർ ബാഡ്, സം ഡേയ്സ് ആർ ഗുഡ്, സം ഡേയ്സ് ആർ ഗ്രേറ്റ്. 30% of the days will be bad for you. Irrespective, sometimes sales are bad. പല കാരണങ്ങളാവാം. ഇപ്പൊ എന്റെ കഴിഞ്ഞ മാസം ഞാൻ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോഴ്സിലെ 2 സ്റ്റാഫ് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ആക്സിഡന്റ് ആയി. അവർക്ക് 3 ആഴ്ച 4 ആഴ്ചയോളം അവർക്ക് ആക്സിഡന്റ് ആയിട്ടുള്ള പ്രശ്നം ഒന്ന്, സ്റ്റോറിൽ സ്റ്റാഫ് ഇല്ലാത്ത പ്രശ്നം വേറെ. അപ്പൊ സം ഡേയ്സ് ആർ ലൈക്ക് ദാറ്റ്. അപ്പൊ അതിനെ വിത്ത്ഹോൾഡ് ചെയ്യുക, അതിനെ വെതർ ചെയ്യാനുള്ളത് ഉണ്ടാക്കുക. ഇത് വളരെ പ്രോപ്പറായിട്ട് പ്രോസസ്സും ആൾക്കാരെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഓർഗനൈസേഷൻ നെടുന്തൂൺ 3 കാര്യങ്ങളാണ്: പ്രോസസ്, പീപ്പിൾ ആൻഡ് ട്രെയിനിങ്. പ്രോസസ് നമ്മുടെ സിസ്റ്റത്തിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. പീപ്പിൾ ആർ വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു ഹാവ് എ ഗ്രേറ്റ് ടീം ഹു ബിൽഡ്സ് ഇൻ ദ വിഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ബിൽഡ്. അപ്പോൾ നമുക്ക് ഹെഡ് ഓഫീസ് ലെവലിലെ അട്രീഷൻസ് ഇസ് വെരി ലോ. സമൺ ഹു എൻറ്റേർഡ് അവർ ടീം ഹാർഡ്ലി ലീവ്സ്. ആരും അങ്ങനെ പോകാറില്ല. അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം എല്ലാ ദിവസവും എല്ലാ യുദ്ധവും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. Third part is training. Which without a great training, you cannot have a great team. That is my story in short.
ഇറ്റ്സ് ഫെയർലി ഞങ്ങൾ ഇപ്പോഴും വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഇപ്പോഴും ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഇന്റേണലി പറയാം വി ജസ്റ്റ് 46 ഔട്ട്ലെറ്റ്സ് ആണ്. ബിക്കോസ് ആർ വിഷൻ ഇസ് ലാർജർ. ഇന്ത്യയിൽ ഒരു 250 to 300 ഔട്ട്ലെറ്റ്സ് അക്രോസ് ഗ്ലോബ് ബ്രാൻഡിംഗ് പ്രസൻസ് ഉണ്ടാക്കാനുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷനിലാണ് ഇപ്പൊ പോകുന്നത്. ഈ വിഷൻ ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല, അതൊക്കെ പിന്നീട് നമ്മൾ ഐറ്ററേറ്റ് ചെയ്ത് വരുന്ന ഒരു വ്യത്യാസമാണ്. എനിക്ക് നിങ്ങളോട് ആകെ പറയാനുള്ള ഒരു പോയിന്റ്, രണ്ട് തരത്തിലുള്ള ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. ഒന്ന്, there is a lot of people with a lot of planning and no execution, and there is a people with a lot of execution and no planning. ഈ രണ്ട് സാധനവും ബിസിനസ്സിന് വളരെ മോശമാണ്. ഇറ്റ് ഹാസ് ടു ബി എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഒരുപാട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല, ഒരുപാട് എക്സിക്യൂട്ട് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെ എക്സിക്യൂഷൻ നിങ്ങളുടെ പ്ലാനുകളെ മാറ്റും. സോ പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങളൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ചെയ്ത് നോക്കി അതിന്ന് ഫീഡ്ബാക്ക് ലൂപ്പ് എടുത്ത് നിങ്ങളുടെ പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്ലാൻ എപ്പോഴും ഡൈനാമിക്കലി മാറുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ബിസിനസ്സിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ 100ാമത്തെ ഔട്ട്ലെറ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ചിന്തിച്ചിരിക്കുകയുള്ളൂ. ഒരു പ്ലാനും ചെയ്യാണ്ട് ആദ്യത്തെ ഔട്ട്ലെറ്റ് തുടങ്ങിയാൽ ആദ്യത്തെ ഔട്ട്ലെറ്റ് പൂട്ടുകയുള്ളൂ. ഇരുന്ന് ചിന്തിക്കണം. അത് എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ ക്ലിയർ ആയിട്ട് ആ എക്സിക്യൂഷന് കിട്ടുന്ന ഫീഡ്ബാക്ക് ലൂപ്പ് നമ്മൾ തിരിച്ചെടുക്കണം. ആ ഫീഡ്ബാക്ക് ലൂപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഫീഡ്ബാക്ക് തരും ആൾക്കാർ. അതിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങളുടെ കൺവിക്ഷൻ ഉള്ള ഫീഡ്ബാക്ക് മാത്രം എടുക്കുക. ആ ഫീഡ്ബാക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് സ്റ്റഡി ബൈ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. വെൻ യു ഹാവ് 1 സ്റ്റോർ, ദെൻ യു ലെറ്റ്സ് സേ ഞാൻ റീറ്റെയിൽ എന്റെ എക്സാമ്പിൾ പറയാം. ഞാൻ 1 ഔട്ട്ലെറ്റ് ഉള്ളപ്പോൾ എന്റെ പ്ലാൻ 3 ആയിരുന്നു. എന്റെ 3 ഉള്ളപ്പോൾ എന്റെ പ്ലാൻ 8 ആയി. 8 ഉള്ളപ്പോഴാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ടെക്നോളജി വേണമെന്ന് ടെക്നോളജി കൊണ്ടുവരുന്നത്. ഇപ്പൊ വി ആർ 46. ആ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് പ്രോബ്ലി 100 ഔട്ട്ലെറ്റ്സ്. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് പ്രൊജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. ഇപ്പൊ ട്രെയിനിങ് 3.0 എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് റിവാമ്പിംഗ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, അല്ല അതിന്റെ ഭാഗമാണ്. സോ ഒരുപാട് അങ്ങോട്ട് കടന്ന് ചിന്തിക്കുകയും ചെയ്യരുത്, തീരെ ചിന്തിക്കാതിരിക്കുകയും ചെയ്യരുത്. അതിന്റെ നടുവിൽ ചിന്തിച്ചും ആക്ട് ചെയ്തിട്ടുള്ള ഒരു റൈറ്റ് ബാലൻസ് ബിസിനസ്സിന് ഇൻ ജനറൽ ജീവിതത്തിന് വളരെ നിർബന്ധമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിത്ത് ദാറ്റ് ഐ തിങ്ക് ഐ കൺക്ലൂഡ് മൈ മെസ്സേജ്. ഒരുപാട് നേരം സംസാരിച്ചു. ഓപ്പൺ ഫോർ എനി ക്വസ്റ്റ്യൻസ്. താങ്ക് യു റെഹാൻ. സോ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരുന്നു, പക്ഷെ അതിലൊന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. റെഹാൻ സെഡ്, കുറച്ചും കൂടി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. സോ ആർക്കെങ്കിലും സംശയങ്ങളും അല്ലെങ്കിൽ എനി ഐഡിയാസ് ടു ഷെയർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടി. എന്റെ പേര് അനുപ്രിയ എന്നാണ് സാർ. എന്റെ ക്വസ്റ്റ്യൻ സാറ് ഈ സാറിന്റെ ബിസിനസ് ഒക്കെ ഇപ്പൊ ഇത്ര സക്സസ്ഫുൾ ആണല്ലോ നിൽക്കുന്നത്. അപ്പൊ സാർ അതിനെങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് പറയാമോ? അപ്പൊ അതിന്റെ സ്റ്റേജസ് ഒക്കെ ഒന്ന്, ലൈക്ക് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എപ്പോഴാണ് ബിസിനസ്സിന് ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുക? വളരെ സബ്ജക്റ്റീവ് ആണ്. സക്സസ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ ഗോൾ ടുവേർഡ്സ് ഡെൽറ്റ ബിറ്റ്വീൻ ദ ഗോൾ ആൻഡ് ദ ആക്ച്വൽസ് ആണ്. ഇപ്പൊ അനുപ്രിയക്ക് 100 രൂപ ഉണ്ടാക്കണം എന്നാണ് അനുപ്രിയന്റെ സക്സസ് ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുപ്രിയ 100 രൂപ ഉണ്ടാക്കി അനുപ്രിയ ഫുള്ളി സക്സസ്ഫുൾ ആണ്. 110 രൂപ ഉണ്ടാക്കി അനുപ്രിയ ഓവർ സക്സസ്ഫുൾ ആണ്. 90 രൂപ ഉണ്ടാക്കിയാൽ മറ്റേ അനുപ്രിയ താഴ്ത്താണ്. അപ്പം സക്സസ് ഈസ് വെരി സബ്ജക്റ്റീവ്. ഇപ്പൊ അനുപ്രിയ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നുള്ള ഒരു ഫിലോസഫിക്കൽ ചോദ്യം ആദ്യം ചോദിക്കണം. ഞാൻ ബിസിനസ് ചെയ്യുന്നത് എനിക്ക് ഫ്രീഡം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇൻ ഫിലോസഫി ഇൻ ലൈഫ് ഞാൻ സക്സസിന് തേടാറില്ല. ഞാൻ പീസ് ആൻഡ് കണ്ടന്റ് ആണ് എന്റെ ലൈഫിൽ എന്റെ ആവശ്യം. എനിക്ക് സമാധാനവും കണ്ടന്റും മതി, സക്സസ് ആവശ്യമില്ല. ഇൻ കംസ് ടു ബിസിനസ് ഞാൻ അങ്ങനെ വ്യക്തമായ ഇത്ര രൂപ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആവുമെന്ന് വിചാരിക്കുന്ന ആളല്ല. അതൊരു മൂവിങ് ഗോളാണ്. ഇപ്പൊ ഞാൻ 46 ഔട്ട്ലെറ്റിലാണ് വെച്ചത്. 50th ഔട്ട്ലെറ്റ് ആണ് ഞങ്ങൾ ഒരു ബെഞ്ച് മാർക്കായി ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അതെത്തുമ്പോൾ ഞാൻ ആ ഗോളിൽ സക്സസ്ഫുൾ ആവുന്നതാണ് വിചാരിക്കുന്നത്. ആൻഡ് സ്കെയിലിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു സ്റ്റോറുള്ള ഒരാൾ 50 സ്റ്റോർ എന്ന സക്സസ് ക്രൈറ്റീരിയ വെച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച് പ്രഷർ ആൻഡ് ടു ഡിഫിക്കൾട്ട് ടു ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ 50 ഔട്ട്ലെറ്റ്സ് റൺ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ജിക്സോ ഫിറ്റ് പോലെ വന്ന് ഫിറ്റ് ചെയ്ത് വീഴണം. മനസ്സിലായി? അപ്പൊ അത് ചെയ്ത് തീർക്കുന്നത് നിങ്ങൾ അങ്ങനെ നോക്കണ്ട. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സക്സസിന് ഒരു മാർക്കബിൾ സക്സസ് വേണ്ടി മാർക്കബിൾ ഗോൾ വെക്കുക, ഒരു അച്ചീവബിൾ ഗോൾ വെച്ചിട്ട് അതിലേക്ക് വർക്ക് ചെയ്യുക. അനുഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ ഒരു ട്യൂഷൻ ക്ലാസ് ആണെങ്കിൽ ആദ്യം ഒരു കുട്ടീനെ കിട്ടുന്നതായിരിക്കണം ഗോൾ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ സക്സസ് ആയി. പിന്നീട് 3 കുട്ടികളായിരിക്കണം കിട്ടണം എന്ന ഗോൾ. പിന്നെ അത് സക്സസ് ആയി. അങ്ങനെ 3, 4, 5 അങ്ങനെ ഒരു 8 കുട്ടികളെ കിട്ടി, 10 കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ അനുഭവം മനസ്സിലാക്കണം. ഓക്കെ, എനിക്കിനി 10 കുട്ടികളെ മേലെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കിനി വേണ്ടത് ഫെലോ ടീമിനെയാണ്, ടീച്ചേഴ്സിനെയാണ്.
അപ്പോൾ നിങ്ങളുടെ ഗോൾസും അതിനനുസരിച്ച് നിങ്ങളുടെ സക്സസ് ക്രൈറ്റീരിയ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് ദർ ഇസ് നോ വൺ ഫോർമുല വിച്ച് ഇസ് ഓക്കെ ദിസ് ഇസ് സക്സസ്. അപ്പം ഫിലോസഫിക്കലി രണ്ടാണ്. ലൈഫിലാണെങ്കിൽ വേറെയാണ്, ബിസിനസ്സിലാണെങ്കിൽ സക്സസിന് ഒരു ഓൺഗോയിങ് കണ്ടിന്യൂം പ്രോസസ് ആണ് ഈ സ്കെയിലിംഗ് ആൻഡ് സക്സസ്. അല്ലാണ്ട് ദർ ഇസ് നോ വൺ സച്ച് റൈറ്റ് ഓർ റോങ്. താങ്ക് യു സർ. ഓക്കെ. ഹലോ സാർ, എൻ്റെ പേര് മുഹമ്മദ് ഫായിസ്. ഞാൻ കൊച്ചിയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ലേൺവൈസിൽ MBA പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് കൊണ്ടാണ് സ്വന്തമായിട്ട് ലേറ്ററിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് നമുക്ക് ഒരു ബിസിനസ് സ്വന്തമായി തുടങ്ങണം എന്നുള്ളത്? എത്രമാത്രം എക്സ്പീരിയൻസ് നേടിയതിന് ശേഷമാണ് തുടങ്ങണം, അല്ലെ അങ്ങനൊന്നും വേണ്ടേ? ഒന്നുമില്ലാതെ ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? എല്ലാ എക്സാമ്പിൾസും നമ്മുടെ മുന്നിലില്ലേ? ഇപ്പോ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ആളുകൾ തുടങ്ങിയതാണ് ഗൂഗിൾ. ഞാൻ 10-12 എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള തുടങ്ങിയാണ് MVP. അത് ഈ പ്രശ്നം വെച്ചാൽ ഇത് ഞാൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയുന്നതല്ല. ഇതിന് വ്യക്തമായ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ജോലിയിലേക്ക് വന്നതിനെ കൊണ്ടാണ് അത് വർക്ക് ചെയ്തതെന്ന് എനിക്ക് വായിച്ചിനോട് ഉറപ്പ് പറയാനൊന്നും പറ്റൂല. അങ്ങനെ ആത്യന്തികമായ ശരിയോ തെറ്റോ ഇല്ലേ? ഇപ്പൊ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ഹെഡ് ചെയ്യുമ്പോൾ എനിക്ക് ഓർഗനൈസേഷനിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ആ സ്കൂൾ ഓഫ് തോട്ട് എന്ന് വരുന്നത്. പക്ഷെ അങ്ങനെ തന്നെ നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ടെക്കിൽ വർക്ക് ചെയ്തു, ഞാൻ പീപ്പിൾ മാനേജ്മെന്റിൽ വർക്ക് ചെയ്തു, ഞാൻ ഡെലിവറിയിൽ വർക്ക് ചെയ്തു. എനിക്ക് അപ്പൊ HRMS എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ഫണ്ടമെന്റ്സ് ഒരു 3-4 ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതില്ലാത്തൊരു ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പം ഫായിസിന് എന്താ വർക്ക് ആവുന്ന ഫായിസിന് നോക്കണം. എന്നെ സംബന്ധിച്ചോളം ഒരു റൈറ്റ് പ്രോഡക്റ്റ് കോമ്പിനേഷൻ വർക്ക് ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ റൈറ്റ് സർവീസ് കോമ്പിനേഷൻ വർക്ക് ചെയ്തിട്ട് വാട്ട് വർക്ക്സ് ഫോർ യു എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 30-40% ദിവസം നിങ്ങൾ എന്തിനാണ് ഈ ബിസിനസ് തുടങ്ങിയത് നിങ്ങൾ ആലോചിക്കും. ആ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എന്തൂസിയാസം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങൾക്ക് ലെറ്റ്സ് സേ ഫായിസിന് ഇപ്പം തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഫായിസിന് ബിസിനസ് എങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് യു ഡോണ്ട് ഡു ഇറ്റ്. അതിന് നാച്ചുറൽ അഫിനിറ്റി കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഫായിസ് പഠിപ്പിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ഫായിസ് ഒരു ലേണിംഗ് ആപ്പോ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമോ തുടങ്ങരുത്. കാരണം ഇൻഹറന്റ്ലി അതിനോടൊരു ഇഷ്ടമില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 30-40 ദിവസം ടു വെരി ഫ്രാങ്ക് ലേറ്റൻലി വേറെ പണ്ടാരത് എന്തിനാ തുടങ്ങിയതെന്നും വിചാരിച്ചിട്ടുള്ള ഇഷ്ടംപോലെ ഓണ്ടർപ്രണേഴ്സ് ഉണ്ടാവും. പക്ഷെ അന്നും അത് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത് ചെയ്തത് കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ആ ദിവസവും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പം ഫിക്സ്ഡ് റൂളുകളൊന്നുമില്ല. ഫൈൻ സംതിങ് ദാറ്റ് യു ഹാവ് സം അഫിനിറ്റി ടുവേർഡ്സ്. ഒന്ന്. രണ്ട്, ഇനി ബിസിനസിന്റെ വെവ്വേറെ ഡിപ്പാർട്ട്മെന്റ്സ് പഠിക്കണം എന്നുള്ളതാണെങ്കിൽ എനിക്കതിപ്പോ ഫൈസിന് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആ എക്സ്പോഷർ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ കുറച്ച് സെയിൽസും കുറച്ച് മാർക്കറ്റിങ്ങും കുറച്ച് ഓപ്പറേഷൻസും കുറച്ച് HR ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട്. ഇപ്പൊ എനിക്ക് ആ ഒരു എളുപ്പമുണ്ട്. ഞാൻ ടെക് ബിൽഡ് ചെയ്യുമ്പോൾ ഞാൻ ഇവരെ ഡിഫറെന്റ് ടീംസിന്റെ കൂടെ വർക്ക് ചെയ്തതിനെ കൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമാണ്. എനിക്ക് HRMS എന്താണെന്ന് അറിയാം, ടാക്സേഷൻ എന്താണെന്ന് അറിയാം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്താണെന്നൊരു ധാരണയുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ദിസ് ഇസ് വാട്ട് വർക്ക് ഫോർ മീ. You will have to decide what works for you. Hello, sir. So my name is Saikul Roy. I'm an MBA student, and so I would like to actually your journey. It was really amazing to hear and very inspiring. So I have a question to ask that. So what advice would you give to the entrepreneurs who are seeking funding for their business? And what are some common mistakes to avoid while seeking these fundings? Actually, I'm the wrong person to ask that question. I have never taken funding. I have not taken any money from outside. So I am the wrong person to ask. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അഡ്വൈസ്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ടേക്ക് ഫണ്ടിങ് ഇസ് വെൻ ഇൻവെസ്റ്റർ വാണ്ട്സ് ടു ഗിവ് യു മണി and not when you want money from the investor. The world basically works on the demand and supply principle. If you are in dire need of money, people who are going to give you money have the leverage to negotiate. If they want to give you money, you are in the driving seat. The best time to take money is when you don't want money. പറയാൻ എളുപ്പമാണ്. ഇപ്പൊ എനിക്കിപ്പോ എല്ലാ മാസവും 2-3 VC calls ഉണ്ടാവാറുണ്ട്. In every single VC call we go sit down and we say we don't want the money. Until unless there is a VC who comes and gives us a strategic advice on what, let's say, if Aditya Birla wants to invest in MYOP, we will consider, because that's a strategic partnership where they can add significant value to the organization. We don't want to take, from a principal point perspective, we don't want to take money from anyone who don't have anything to offer us other than money.
because money is something that we can make out of the business. അപ്പൊ ആ പോയിന്റ് മാത്രമാണ് എന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ബാക്കിയുള്ളത് ഫണ്ടിങ്ങിന്റെ നുവാൻസസും കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ആളല്ല, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ നോ കമന്റ്സ്. ഓക്കെ സർ, ഓക്കെ. സാർ ഒരു കാര്യം പറഞ്ഞത്, നമ്മളിപ്പം അതായത് നമ്മുടെ ബിസിനസ്സിൽ സാർ ഓരോ ഔട്ട്ലെറ്റ് തുടങ്ങി നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഓരോ ഔട്ട്ലെറ്റും ലൈക്ക് ഫ്രം 1 to 3, 3 to 8. സോ ആ ഒരു പ്രോസസ്സ് അത് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയ ഒരു മെത്തേഡാണ് സർ. അങ്ങനെ എഫക്റ്റീവായ മെത്തേഡോ ശരിയായ മെത്തേഡോ ഒന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫണ്ടിങ് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാളെ കൊണ്ട് ഫിലോസഫിലി ഫണ്ടിങ് എടുക്കാത്ത ആളെ ഞാനത് എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, വേറെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. എനിക്ക് രണ്ട് രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഞാൻ ഫണ്ടിങ് എടുത്തിട്ട് ഗ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണത്, വേറെ എന്താ ഓപ്ഷൻ. എന്റെ പ്രോഫിറ്റ് ഇപ്പൊ ലക്ഷം, ഒരു പ്രോഫിറ്റ് 10 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ അതിന് പാർക്ക് ചെയ്യുന്നു 80 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ, 80% ഞങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നു ബിസിനസ്സിലേക്ക്. എന്തിന്? ഗ്രോ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഈ പറയുന്ന സംഭവമൊക്കെ ഫണ്ടിങ് എടുക്കാതെ ഗ്രോ ചെയ്യാന്നുള്ളത് ഇപ്പോഴാണ് വലിയ സംഭവമായിട്ടുള്ളത്. 10 കൊല്ലം മുന്നേ ബിസിനസ് ചെയ്ത എല്ലാവരും, ഓൾ ഗ്രേറ്റ് ബിസിനസ്, വാൾമാർട്ട് has done it before funding. നമ്മൾ പറയുന്ന ആരാണ്? There are great examples of great companies who built great entrepreneurs, great enterprise without taking a single fund. ഈ ഫണ്ടിങ് ഒക്കെ ലാസ്റ്റ് 15-20 ജനറേഷൻ ആണ്. ആൻഡ് ഐ തിങ്ക് ഫണ്ടിങ് റിയലി വർക്ക്സ് വിത്ത് certain kind of businesses. For example, let's say നിങ്ങൾ ഒരു ടെക്നോളജി ബിസിനസ് ആണ് ബിൽഡ് ചെയ്യുന്നത്. Let's say you are building a tech platform like Google. In which case it's very difficult to do without funding, because any business there is a very upfront capital infusion. ഒരുപാട് ടെക്കിനുള്ള പ്രശ്നം, ടെക് is very expensive to start off with. Let's say നിങ്ങൾ ഒരു AI മോഡൽ ഉണ്ടാക്കുന്ന, AI ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്തോ let's say ഒരു റേഡിയോ ഡയഗ്നോസിസ് ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു AI കമ്പനിയാണ് നിങ്ങൾ വിചാരിച്ചോ. നിങ്ങളുടെ അപ്രണ്ട് സെർവർ കോസ്റ്റുകൾ will be in millions of dollars. So there is no way that you can do it without funding unless you have very deep pockets. ഇപ്പൊ രണ്ട് കമ്പനികൾക്കാണ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ എക്സ്റ്റെൻസീവ്ലി ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനി, നമ്മൾ പുതിയ സ്റ്റാർട്ടിംഗ് ഓണ്ടർപ്രണേഴ്സിന് $1 million എല്ലാ മാസവും AWS ബില്ല് കൊടുക്കണം എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് എന്താ ഓപ്ഷൻ? ഫണ്ടിങ്. അപ്പൊ ഫണ്ടിങ് എടുക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ മെത്തേഡ് പുതിയ മെത്തേഡാണ്. ഞാൻ ചെയ്തിട്ടുള്ളത് വളരെ ഏജ് ഓൾഡ് പഴയ മെക്കാനിസം ആണ്. ലാഭം 100 രൂപ തന്നെ 80 രൂപ മാറ്റി ബിസിനസ്സിലേക്ക് ഇടുക, റീഗ്രോ ചെയ്യുക. അപ്പൊ അടുത്ത കൊല്ലം ലാഭം 200 രൂപ വരും. 200 രൂപ എടുത്തിട്ട് 160 രൂപ ഇടും, പിന്നെ ഗ്രോ ചെയ്യും. ഓക്കെ സർ, താങ്ക് യു. Sir, I'm Shivasri. ഞാൻ കർണാടകയിലാണ്. I have a question. How do you approach leadership and management in your business? പിന്നെ എന്ത് വാല്യൂ ആണ് സാറിന്റെ ടീമിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ലീഡർഷിപ്പ് ഫിലോസഫി ലീഡ് ബൈ എക്സാമ്പിൾ എന്നുള്ളതാണ്. സോ in principle we expect the leaders to do the job what they're asking the people to do, and be very empathetic to the people. അതാണ് ലീഡർഷിപ്പ് ഫിലോസഫി. ഈ വാല്യൂസ് പാർട്ടിയിൽ പറയാൻ വളരെ എളുപ്പമാണ്, എക്സിക്യൂഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കുറെ മെക്കാനിസം നമുക്കിപ്പോ ലെറ്റ്സ് ഇപ്പൊ ഞാനിപ്പോ ഹയസ്റ്റ് എന്റെ ലെവൽ 5 ആണ്. ലെവൽ 5 എന്ന് വെച്ചാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സോണൽ സെയിൽസ് മാനേജർ ഉണ്ട്, അയാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ASM ഉണ്ട്, അയാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോർ മാനേജർ ഉണ്ട്, അയാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പൊ ആ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇപ്പൊ മഹാരാഷ്ട്രയിലെ സെയിൽസ് എക്സിക്യൂട്ടീവിന് പോലും ഇത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എംബാർക്ക് ചെയ്യുന്ന ഒരു ജേർണിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ മാനേജേഴ്സിനെ റേറ്റിംഗ് ചെയ്യാൻ പാടില്ല. എവ്രി വൺ വിൽ ഗെറ്റ് എൻ ഇമെയിൽ ഫ്രം ദി ഓർഗനൈസേഷൻ ആസ്കിംഗ് ദം ടു റിവ്യൂ ദെയർ മാനേജർ. ഓക്കെ, അപ്പം ആ മാനേജർ റേറ്റിംഗിൽ മാനേജറിന്റെ ബിഹേവിയർ മോശമാണ് ടീം ഒരുമിച്ച് പറയുകയാണെങ്കിൽ വിൽ ഗോ ആൻഡ് ആസ്ക് ഹിം ടു ലീവ് ദി ഓർഗനൈസേഷൻ. സോ അങ്ങനത്തെ first of all we do extensive training to help them understand what is leadership and empathy, that what do you think. So നമ്മുടെ core principle വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ empathy പറയുന്നുണ്ട്. You have to be empathetic to the people. അപ്പൊ അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയും. നമ്മളെ കോർ പ്രിൻസിപ്പിൾ, നമ്മൾ അക്കൗണ്ടബിലിറ്റി വളരെ ക്ലിയർ ആയിട്ട് പറയും. ഇതൊക്കെ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ നമ്മുടെ ട്രെയിനിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് എംബാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ ചെയ്യാൻ വേണ്ടി അവിടെ പ്രാക്ടിക്കൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഉണ്ടോന്ന് അറിയണ്ടേ. അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് സർവേസ് once in every 3 months or 6 months HR will roll out a survey for every single manager. He'll be rated by his employees, and if there is an overwhelming number of employees who thinks their managers are really rude, and our questions are trickier because sales, they will be tough to the employees. So it's a very gray line that we are trying to teach them, that you can be tough to your employee, you cannot be rude. So there are very specific questions which help them understand. Psychological approach questions ഉണ്ട്. ആ അപ്രോച്ചിന്റെ ഭാഗമായിട്ട് ആൾക്കാരെ മോശമായി വന്നാൽ we'll ask them to leave, and we will very clearly communicate to their team that your manager was asked to leave because he was rude to you. We send that message very clearly, and we send that message to the entire organization that so and so was asked to leave because his rating was low. So it becomes important for the managers to understand that
you cannot be just rude and be a horrible leader and be in this organization. So അതാണ് നമ്മൾ ചെയ്യുന്ന basic principles. Okay, sir. Thank you. Sir, good evening. It's Delsha from Batteri. ഞാൻ BBA സ്റ്റുഡൻ്റ് ആണ്. സാർ നമ്മളിപ്പോൾ ഒരു എന്റർപ്രണർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതെല്ലാം ഗുഡ് ആവണമെന്നില്ല. ഇൻ കേസ് മിസ്റ്റേക്ക് ആവാം. അപ്പൊ ആ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഭയങ്കര ജനറിക് വിഷയം. അങ്ങനെ നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുക. ആ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റാണ് ചെയ്ത് വെച്ചോ, നിങ്ങൾ ആൾക്കാരിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് എടുത്തുകൊടുക്കും. എംവൈപ്പിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർവേ ലിങ്ക് വരും. ആ സർവേ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സർവേ ലിങ്ക് ആൾക്കാർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് 50 റുപ്പീസ് വൗച്ചർ കൊടുക്കും. സർവേ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 50 രൂപ. അപ്പോൾ നമ്മൾ ടെക്നിക്കലി നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ ബില്ല് നിങ്ങളൊരു ഇൻവോയ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് വരും. ലിങ്ക് കംപ്ലീറ്റ് ചെയ്ത് സർവേ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു വൗച്ചർ വരും. ഞങ്ങൾക്ക് അങ്ങനെ 14,600 പേര് ഞങ്ങളുടെ പ്രൊഡക്റ്റിന് റിവ്യൂ വന്നിട്ടുണ്ട്. ഈ റിവ്യൂ നിന്ന് ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഒരു ജനറിക് ആയിട്ട് ഉത്തരം എനിക്ക് തരാൻ പറ്റും. ഫീഡ്ബാക്ക് എടുക്കുക, അതിൽ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ നിങ്ങൾ ഫിൽട്ടർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഫീഡ്ബാക്ക് എടുക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം. only thing what works for your product is something that based on your product or service your clientele will decide. കാരണം ഇതിനൊരു അൾട്ടിമേറ്റ് ട്രൂത്തോ അങ്ങനൊന്നുമില്ല. താങ്ക് യു സർ. താങ്ക് യു. ഹലോ സർ, എൻ്റെ പേര് ഉദയകുമാർ എന്നാണ്, എറണാകുളത്താണ് സ്ഥലം. എനിക്ക് ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ സാറിൻ്റെ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊറോണ ടൈമിൽ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടായ അങ്ങനെ ഒരു സിറ്റുവേഷൻ ബിസിനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ബാക്കപ്പ് ആയിട്ട് എന്തെങ്കിലും സാറ് ചെയ്തു വെച്ചിട്ടുണ്ടോ, ഇനി അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് അറിയാണ്ട്. ഇനി കൊറോണയ്ക്ക് വേണ്ടിയുള്ള ബാക്കപ്പ് നമുക്ക് ചെയ്യാൻ, കൊറോണ ഒരു എക്സെപ്ഷൻ ആണെങ്കിലും ഇനി അങ്ങനെ ഒരു വൈറസ് വന്നു കഴിഞ്ഞാലും ഐ ഡോണ്ട് തിങ്ക് എനി ഗവൺമെന്റ് വിൽ ഡു ഷട്ട് ഡൗൺ ഒന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അത്ര വലിയൊരു സാധനത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, ചെയ്താൽ പറ്റിക്കഴിഞ്ഞാൽ എന്റെ ക്യാഷ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് റിസർവ്സ് വെക്കാം. നമുക്ക് ക്യാഷ് റിസർവ്സ് വെക്കുന്നതിനൊക്കെ ലിമിറ്റ് ഇല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരുപാട് ക്യാഷ് റിസർവ്സ് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും? എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. So you don't plan for those days. I mean, you cannot plan for those days. ഇതൊരു ആർബിട്രാജ് ആണ്, കുറച്ച് റിസ്ക് എടുക്കാം. അപ്പൊ കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അറിയില്ല. എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ നോക്കണം. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. വി ഹാവ് ക്യാഷ് റിസർവ്. നമ്മൾ കുറച്ച് ക്യാഷ് റിസർവ് വെച്ചിട്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ആ കാര്യത്തിൽ ഒരു 3 to 4 months ക്യാഷ് റിസർവ്സ് നമുക്ക് ഉണ്ടാവും. അതിന് മേലെ ഒരു വേൾഡ് ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് will be over. If you shut down the world for 3 or 4 months, even the biggest retail in the world will now struggle and shut down. അത് പറയാനുള്ളൂ. അത് മാത്രമല്ല സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ മാർക്കറ്റിംഗ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം, എത്രമാത്രം ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ആയിട്ട് എത്തണം, അതിനൊരു പ്ലാനിങ്സോ അങ്ങനെ എന്തെങ്കിലും സാറിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും അതൊന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്കൊരു മാർക്കറ്റിംഗ് ടീം ഉണ്ട്, നമുക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ നമുക്ക് വളരെ ഹൈ ലെവൽ സ്ട്രാറ്റജി. നമ്മളെ സംബന്ധിച്ചുള്ള മാർക്കറ്റിംഗ് ടീമിന്റെ ഒരു മാർക്കറ്റിംഗ് ഫണൽ ഉണ്ടല്ലോ, അവയർനെസ്, കൺസിഡറേഷൻ, കൺവേർഷൻ, ലോയൽ കസ്റ്റമർ, ഒരു ഫണൽ. അപ്പൊ നമുക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, എംവൈപ്പിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ലിറ്റിൽ ഓഡാണ്. നമുക്ക് ഒരു D2C ബ്രാൻഡാണ് നമുക്ക് നിർദ്ദേശിച്ചത്. സോ വി ഹാഡ് എ ക്ലിയർ സ്ട്രാറ്റജി ദാറ്റ് ദി എന്റയർ ജോബ് ഓഫ് ദ മാർക്കറ്റിംഗ് ടീം ഈസ് ടു ഓൺലി ക്രിയേറ്റ് അവയർനെസ് ഓഫ് ദ ബ്രാൻഡ്. അപ്പം അങ്ങനെ ഒരു നിങ്ങളുടെ മാർക്കറ്റിങ്ങിനെ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. നിങ്ങളുടെ മാർക്കറ്റിങ്ങിനെ കൊണ്ട് നിങ്ങൾ കസ്റ്റമറെ വാങ്ങിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരുപാട് പറയുന്നത് വെച്ചാൽ ബൂസ്റ്റിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കസ്റ്റമറെ കൂടെ വാങ്ങിപ്പിക്കാന്നല്ല. അതുകൊണ്ടാണ് ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി എന്നുള്ള സാധനം ഉണ്ടാക്കി ബൂസ്റ്റ് മക്കളുള്ള എല്ലാ പാരന്റ്സിനെയും കൺവിൻസ് ചെയ്യുന്നത് ടു ബൈ. എന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൺവിൻസിംഗ് നോട്ട് ടു ബൈ. മൈ മാർക്കറ്റിംഗ് ടീം സ്ട്രാറ്റജി is just to make the person aware that a brand like Make Your Own Perfume exists. It's a far easier problem. It's a far easier thing to do. So you will have to decide what is your marketing strategy and based on that do. For example, നിങ്ങളുടെ പ്രോഡക്റ്റ്, let's say നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു B2B സോഫ്റ്റ്വെയർ ആണ്. സോ നിങ്ങളുടെ മാർക്കറ്റിംഗിൽ യു ഡോണ്ട് ഹാവ് ടു, യുവർ മാർക്കറ്റിംഗ് ഗെയിം ഇസ് ടോട്ടലി ഡിഫറെന്റ്. നിങ്ങളുടെ ബിസിനസ് കോൺക്ലേവുകളിൽ പോയിട്ടും ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗിൽ പോയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യാണ് വേണ്ടത്. ഞാൻ വിൽക്കുന്ന പെർഫ്യൂമാണ്, എന്റെ കൺസ്യൂമർ പ്രോഡക്റ്റ് ആണ്. അപ്പൊ എന്റെ അവയർനെസ് കുറച്ചും കൂടെ ബ്രോഡർ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ സെഗ്മെന്റ് നോക്കിയിട്ടാണ് ഇത് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സെഗ്മെന്റും നിങ്ങളുടെ സ്ട്രാറ്റജിയും നിങ്ങൾ ഡിസൈഡ് ചെയ്യും. അത് നിങ്ങളുടെ എന്ത് ഡിസൈഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾ മാർക്കറ്റ് ചെയ്യും. ഞങ്ങൾ വളരെ ഡീസന്റ് മാർക്കറ്റിംഗ് സ്പെൻഡ് കുറവുള്ള ഒരു കമ്പനിയാണ്. നമ്മൾ വളരെ
ജുഡീഷ്യസ് ആയിട്ട് മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അത് എന്റെ പ്രിൻസിപ്പിൾ, നിങ്ങൾക്ക് എടുക്കാം, എടുക്കാം. പക്ഷേ യു ഹാവ് ടു നോ വാട്ട് ഈസ് യുവർ കീ. ഒരു ജനറിക് സിംഗിൾ റൂൾ ഫോർ മാർക്കറ്റിംഗ് ഒന്നുമില്ല. അങ്ങനെ പരിപാടി ആരെങ്കിലും ഉണ്ട് തന്നെ ഒരു കളാസം പറയണം. അങ്ങനെ താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, സാർ പറഞ്ഞല്ലോ, സാർ സമാധാനം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സാർ ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. സാധാരണ ഒരു എംപ്ലോയി ലൈഫിനേക്കാളും കൂടുതൽ അൺസർട്ടനിറ്റി ഉള്ള ഒരു ലൈഫല്ലേ ഒരു ബിസിനസ്മാൻ്റെ. അതിപ്പോൾ സാറിന് എങ്ങനെയാണ് ആ ഒരു സമാധാനം സാറിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് പറയാമോ? അത് പീസ് എന്ന് പറയുന്നതിന് ഡയറക്റ്റ് സമാധാനം എന്ന് പറയുന്നത്, എന്റെ സമാധാനം മമ്മൂട്ടി പറഞ്ഞ പോലെ എന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ യുദ്ധങ്ങൾ ചെയ്യുന്നതാണ്. ലോട്ട് ഓഫ് പീസ് ദാറ്റ് കംസ് വെൻ യു ആർ ബിൽഡിംഗ് സർട്ടൻ സ്റ്റെപ്പ്. എനിക്ക് ഒരു സാധനം പേഴ്സണലി ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അക്കംപ്ലിഷ്മെന്റ് എന്റെ പീസിന്റെ ഭാഗമാണ്. അതെല്ലാവർക്കും ആവണമെന്നില്ല. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതിനെ കൊണ്ട് എനിക്കിത് ഇതിന്റെ സമാധാനം. അപ്പം സമാധാനം എല്ലാ ദിവസവും ഞാൻ മറ്റൊരാളുടെ ജോലിയിൽ മറ്റൊരാളുടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു സാധനത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്ന പീസ് ഇതാണ്. അത്രേ ഉള്ളൂ. അതിന് ഫിലോസഫിക്കൽ അപ്രോച്ചിൽ കണ്ടാൽ മതി. ടെക്നിക്കലി ബിസിനസ് ഇസ് മച്ച് മോർ dynamic than a job. Like I had a pretty decent job where I could be ഈ പറഞ്ഞ പീസ്ഫുൾ സമാധാനം നിങ്ങൾ ഉദ്ദേശിച്ച സാധനം അവിടെ കിട്ടുമായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ സമാധാനം അതല്ല. എനിക്ക് I get a lot of joy in building things which is from scratch. I get a lot of joy in solving real world problems. So ഇന്ന് എന്റെ സമാധാനത്തിന് അത് നിർബന്ധമാണ്. സോ റൈഹാൻ, ലാസ്റ്റ് ഒരു ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ നമ്പർ ഓഫ് ജോബ് ക്രിയേഷൻ എത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യമാണ്, അതുപോലെ തന്നെ ഡയറക്ട് ടു കസ്റ്റമർ മോഡൽ ജോബ് ക്രിയേഷന് ലിമിറ്റേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ. സോ ഒരു ടാർഗറ്റഡ് പ്രോഫിറ്റ് നമ്പേഴ്സ് ഇല്ല എനിക്ക്. എക്സ് എമൗണ്ട് ഓഫ് റുപ്പീസ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ടാർഗറ്റ് തിരിച്ചതല്ല, അങ്ങനെ നമ്പർ ഇല്ല. ജോബ് ക്രിയേഷൻ ഇതെല്ലാം ഒരു കണ്ടിന്യൂം ആണ്. ഇതൊക്കെ അതിന്റെ റിച്വൽ പ്രോസസ് ആണ്. ജോബ് ക്രിയേഷൻ ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ D2C we are more interested on the quality than on the quantity. So MYOP is now a 200-member team. But നമ്മുടെ MYOP 200-member team ആകുമ്പോൾ നമ്മുടെ ആവറേജ് സാലറി ഒരു മാർക്കറ്റ് ആവറേജിൽ ഒരു 1.2x 1.3x ഒക്കെ നമ്മൾ ആവറേജ് ഒരു എംപ്ലോയി ടേക്ക് ഓഫ് ചെയ്യും ബിക്കോസ് ഓഫ് സെയിൽസ് ആൻഡ് ഇൻസെന്റീവ് പ്രോഗ്രാം. സോ വി ഫോക്കസ് മോർ ഓൺ ക്വാളിറ്റി. ആ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ആസ് എ D2C ബ്രാൻഡ് ഞാൻ വളരെ ലിമിറ്റഡ് 200 പേരാണ്. ഈ പറഞ്ഞ പോലെ ഒരു ബൊഹീമൻ ഇന്ത്യയിൽ ഒരു 250 സ്റ്റോറുള്ള ആളാവുകയാണെങ്കിൽ നമ്മൾ ഒരു 1000-member ടീമൊക്കെ ആവുള്ളൂ. അപ്പം മാസീവ് ജോബ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് സെക്ടർ അല്ല ഞാൻ തുടങ്ങുന്നത്. ഞാൻ തുടങ്ങുന്നത് D2C ആണ്. എന്റെ എംപ്ലോയീസ് ഒക്കെ AC ഇരുന്നതാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോറിലൊക്കെ കിയോസ്ക് ആണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് അവിടെ ചെയർ എടുക്കും. അതായത് സെയിൽസിൽ ചില ഒരു ടോക്സിക് ബിഹേവിയർ ഉണ്ട്. സെയിൽസ് ചെയർ കൊടുക്കൂല. ചെയറിന് വേണ്ടി കോഴിക്കോട് ടെക്സ്റ്റൈലിൽ വർക്ക് ചെയ്ത സ്ത്രീകൾ സമരം ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സംസാരിക്കണം. So to be empathetic to the staff, to make sure that they are also able to make a decent living while you fulfill your dream. That is very important. പിന്നെ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ വളരെ എത്തിക്കൽ പോയിന്റ് സ്റ്റാൻഡിൽ നിൽക്കുന്നതായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ എംപ്ലോയിയുടെ CTC പറയുമ്പോൾ നമ്മൾ എംപ്ലോയിന്റെ ഇൻഷുറൻസ് അതിലെ കോസ്റ്റ് ആയി കൂട്ടില്ല. എംപ്ലോയിന്റെ ഇൻഷുറൻസ് MYOP കമ്പനി പേ ചെയ്യുന്നതാണ്, എംപ്ലോയി പേ ചെയ്യുന്നതല്ല. നമ്മുടെ CTC കോസ്റ്റ് കമ്പനിയിൽ പോലും അത് കൂട്ടൂല നമ്മൾ വാശിയാണ്. അവർ കൊടുക്കുന്ന CTC സ്ട്രക്ചറിൽ പോലും ആ പൈസയും കൂടെ കൂട്ടി പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾക്ക് ഇത് തരുന്നുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇൻഷുറൻസ് തരുന്നത് ഞങ്ങളുടെ നിർബന്ധമാണ്. ഞങ്ങളുടെ നിർബന്ധം നൽകുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കമ്പനിയാണ്. So that is the role we try to play. Okay, by this we are just concluding. Time constraint ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 1 hour അടുത്ത് 50 minutes-ഓളം റൈഹാൻ നമ്മളുടെ അടുത്ത് സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഇൻസ്പയറിംഗ് ജേർണി. ഇനിയും ഒരുപാട് സ്റ്റോർസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. സോ മേ ബി നമുക്ക് മറ്റൊരു ഇവന്റിൽ വീണ്ടും എൻ്റെ സമയമൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെയുള്ള സെഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് സെഷൻ. Thank you all. Bye. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം.
ലേൺവൈസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്.